അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് സംസാരിക്കാനുള്ള കഴിവ്. നമുക്കൊക്കെ അറിയാം, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. നമുക്ക് സംസാരിക്കാനും ചിന്തിച്ച് ആലോചിച്ച് പറയാനും ഉള്ള ഒരു കഴിവ് നമ്മുടെ നാവ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ശരീരം, നമ്മുടെ ധമനികൾ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ വലിയൊരു പ്രതിഭാസം അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. നല്ല നിലക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ നാവ്, നമ്മുടെ സംസാരം ഒരുപാട് നന്മകൾ കിട്ടാൻ കാരണമാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന വാക്ക്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രകീർത്തനങ്ങളാണ്. ഒരൊറ്റ വാക്ക് തന്നെ ആകാശഭൂമിയേക്കാളും ഭാരമുള്ളത്, പ്രപഞ്ചം മുഴുവനും നിറക്കാൻ മാത്രമുള്ളത്, അള്ളാഹുവിൻ്റെ അർശ് പോലും പ്രകമ്പനം കൊള്ളുന്നത് എന്നിത്യാദി ആ ഒരു വാക്കിനെ സംബന്ധിച്ച് വന്ന മഹത്വങ്ങൾ ഒരുപാടാണ്. നേരെ മറിച്ച് നമ്മൾ ആ നാവ് കൊണ്ട് ഒരാക്ഷേപമോ ഒരു ശാപവാക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള അനാവശ്യങ്ങളോ ഒരാളെ ഇകഴ്ത്തുകയോ നിസ്സാരപ്പെടുത്തുകയോ ഒക്കെ പറയുന്നത് വലിയ കുറ്റകരവുമാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിബിതങ്ങൾ പറഞ്ഞ ഒരു ആശയം, സത്യവിശ്വാസിയുടെ ബുദ്ധി നാവിൻ്റെ പിറകിലാണ്, ബുദ്ധി ഉപയോഗിച്ചതിൻ്റെ ശേഷമേ സംസാരിക്കുകയുള്ളൂ എന്ന്. ഒരു കപടവിശ്വാസിയാണെങ്കിലോ അയാളുടെ ബുദ്ധി നാവിൻ്റെ മുമ്പിലാണ്, നാവ് പറഞ്ഞതിൻ്റെ ശേഷമാണ് അവൻ ആലോചിക്കുകയുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയുടെ ഇഷ്ടപ്പെട്ട അനുചരനാണ്. അവർ ചോദിക്കുമായിരുന്നു, നബിയെ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് നമുക്ക് നരകം ലഭിക്കുമോ, നമുക്കങ്ങനെ നരകശിക്ഷ ഉണ്ടാകുമോ? ആ സമയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്നത്, അബൂ ഹുറൈറ, നരകത്തിലേക്ക് ആളുകൾ വായ കുത്തി വീഴുന്നതും നരകത്തിലേക്ക് ആളുകളെ മുഖം കുത്തി വലിച്ചു കൊണ്ടുവരപ്പെടുന്നതും നാവ് കൊണ്ട് ചെയ്ത കാര്യങ്ങളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുമായിരുന്ന, ഒരുപാട് നന്മകൾ കൊയ്തെടുക്കാൻ കഴിയുമായിരുന്ന ഒരവയവം കൊണ്ട് നമ്മൾ തിന്മയിലേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ സർവനാശം അതിനാൽ സംഭവിച്ചു പോവുകയാണ്. ചില വാക്കുകൾ, നിക്കാഹിന്റെ വാക്ക് ഒരു വാക്കാണ് ഒരു ബന്ധം കൂടിച്ചേരുന്നത്. ത്വലാഖ് ഒരു വചനമാണ് ഒരു ബന്ധം വേർപിരിയുന്നത്. വസിയ്യത്ത് ഒരു വാക്കാണ്. ഒരാൾ വഖഫ് ചെയ്യുന്നത് ഒരു നിയ്യത്താണ്, ഒരു വാക്കാണ്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ അമലുകളുണ്ട്. എന്നാൽ ചില വാക്കുകൾ നമ്മെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നാവ് സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളുടെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവ് സൂക്ഷിക്കുകയും നിങ്ങളുടെ കാലിന്റെ തുടയെല്ലുകൾക്കിടയിലുള്ള ഭാഗം സൂക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പു തരാം. അതൊരു ചിന്തിക്കേണ്ട ഹദീസാണ്. നിങ്ങളുടെ രണ്ട് എല്ലുകൾക്കിടയിലുള്ള, നിങ്ങളുടെ രണ്ട് ജോസിനിടയിലുള്ള നിങ്ങളുടെ നാവും നിങ്ങളുടെ കാലിന്റെ ഇടഭാഗവും, അതായത് ഒരു മനുഷ്യന്റെ ഗുഹ്യസ്ഥാനവും നാവും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ സ്വർഗം ഗ്യാരണ്ടിയാണ്. വിശുദ്ധ റമളാന്റെ അവസരത്തിലാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. നാവ് ശരിക്കും സൂക്ഷിക്കേണ്ടതാണ്. ഒരാളെയും വേദനിപ്പിക്കാൻ നാവ് കൊണ്ട് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാർക്ക് കൊടുത്ത അധ്യാപനങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ എന്തുകൊണ്ട് നാവിന്റെ അടിയിൽ ഒരു കല്ല് വെച്ച് നടന്നിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും ഉപകാരപ്പെടുന്നതാണോ അല്ലയോ എന്ന് ചിന്തിച്ചതിന്റെ ശേഷം മാത്രം സംസാരിക്കുക. ഒരു ഹദീസ് കൂടെ നമുക്ക് പറയാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിലും അന്ത്യനാളിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ നന്മയെ പറയാവൂ. നന്മയൊന്നും പറയാനില്ലെങ്കിൽ ഔ ലിയസ്മുത്, നിങ്ങൾ മൗനം പാലിക്കണം. നന്മയെ പറയാവൂ, നന്മ പറയാനില്ലെങ്കിൽ മൗനം പാലിക്കുക. ഇതാണ് സത്യവിശ്വാസിയുടെ രീതി. നമ്മുടെ വാക്ക് നന്മകൾ കൊയ്തെടുക്കാൻ പറ്റുന്നതാവുക. അള്ളാഹുവിൻ്റെ പ്രകീർത്തനങ്ങൾ, തിരുനബിയോട് ചെയ്യുന്ന സ്വലാത്തുകൾ, നന്മകൾ പറഞ്ഞു കൊടുക്കുന്നത്, സാരോപദേശം ചെയ്യുന്നത്, ഗുണദോഷിക്കുന്നത്, നല്ല വചനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾ നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുകയും പരദൂഷണവും മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ ഗീബത്ത്, നമീമത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വന്നുകൂടാൻ പറ്റാത്ത വലിയ മാരക വിഷങ്ങളാണ്. അള്ളാഹു നമ്മുടെ നാവ് സൂക്ഷിക്കാൻ നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ആ നാവ് കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ, അങ്ങനെ സത്യവിശ്വാസിയുടെ ലക്ഷണമായി പറഞ്ഞ
പറയുകയാണെങ്കിൽ നല്ലത് മാത്രം പറയുകയും ഇല്ലെങ്കിൽ മൗനം പാലിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളാവാൻ നമ്മൾ പരിശ്രമിക്കുക. നാഥൻ തുണക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.